ഇഖ്വാനി ഫില്ലാ ബറക്കല്ലാഹു ഫീക്കും. സ്വന്തത്തോട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഉണർത്താനുള്ളത് ഇതുപോലെയുള്ള നമുക്ക് ഏവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഹദീസിനെ പറ്റിയിട്ടാണ്. ആ ഹദീസ് അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ബുഖാരിയും മുസ്ലിമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാ ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൽ നാരി ഫയദ്ഖുലുഹാ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അർബഅനവയിലൊക്കെ ഉള്ള ഹദീസാണ്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ പറ്റി പറയാം. ആ വ്യക്തി സ്വർഗാവകാശികളുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായി. എന്നാൽ അവസാന കാലഘട്ടത്തിൽ അവന് മരിക്കുന്നതിന് കുറച്ച് മുന്നേ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? അവനും സ്വർഗത്തിനുമിടയിൽ എത്രമാത്രം ദൂരമുള്ളൂ? ഒരു മുഴം മാത്രം ദൂരം ബാക്കിയിരിക്കെ എന്ത് ചെയ്യും? അവൻ നരകത്തിലെ ആളുകളുടെ പ്രവൃത്തി ചെയ്തിട്ട് അവൻ നരകത്തിൽ പ്രവേശിക്കും. നഅൂദുബില്ലാ. അപ്പോ ഈ ഹദീസ് യഥാർത്ഥത്തിൽ നമ്മുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് ഹദീസുൻ മുഖീഫ്, വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് സാലിഹീങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഹദീസാണ്. സാലിഹീങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയിട്ടുള്ള, അവരെ വളരെയധികം പ്രയാസത്തിലാക്കിയിട്ടുള്ള, വിഷമത്തിലാക്കിയിട്ടുള്ള ഒരു ഹദീസായിട്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ ഹദീസിനെ പറ്റിയിട്ട് പേടിക്കാതിരിക്കാൻ പറ്റുക? എങ്ങനെ ഈ ഹദീസിനെ പറ്റിയിട്ട് ഒരാൾക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഹദീസ് എന്താണ്? വളരെ പേടിപ്പിക്കുന്ന ഒരു ഹദീസാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, നോമ്പെടുക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു. അങ്ങനെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ ആളുകളുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ എങ്ങനെയാണ്, എത്രയാണ് ആളുകൾ നോക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ആളായിട്ട് പറയാം, അള്ളാഹുവിന്റെ വലിയായിട്ട് പറയുന്ന വ്യക്തി. ചിലപ്പോ ചില ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ ചിലപ്പോൾ അവനായിരിക്കും കാരണം. ചില ആളുകൾ സുന്നത്തിലേക്ക് വരാൻ, വിദഅത്തുകൾ ഉപേക്ഷിക്കാൻ അവനായിരിക്കും കാരണം. ചിലപ്പോൾ ചില ആളുകൾ ഹറാമിൽ പെട്ടുപോയിട്ടുള്ള അവന് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവനായിരിക്കും കാരണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പം എത്രയോ ആളുകൾ സ്വർഗത്തിൽ വരെ പ്രവേശിക്കാൻ കാരണം ഇവനായിരിക്കാം. പക്ഷെ അവന്റെ അവസ്ഥ പരലോകത്ത് ഇവർ കാണുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നീയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീയല്ലേ ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയത്? പക്ഷെ അവൻ എന്തോ പ്രശ്നമാണ്. എങ്ങനെ അള്ളാഹു തആല ഒരാളോട് ദുൽമ ചെയ്യോ? ഒരിക്കലുമില്ല. അള്ളാഹു തആല ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞു, വലാ യദ്ലിമു റബ്ബുക അഹദ. അള്ളാഹു തആല ഒരാളോടും എന്ത് ചെയ്യില്ല, അക്രമം കാണിക്കില്ല. അതുപോലെ തന്നെ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. അള്ളാഹു തആല അടിമകളോട് അക്രമം ചെയ്യുന്നവനല്ല. അതുപോലെ തന്നെ അബൂ ദർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ, ഖുദ്സിയായിട്ടുള്ള ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. തീർച്ചയായും അള്ളാഹു തആല പറയാണ്, ഞാൻ എന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദുൽമുണ്ടാവാന്ന് പറയുന്നതിൽ നിന്നും അത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. അതായത് അള്ളാഹുവിൽ നിന്നും എന്ത് ചെയ്യില്ല, അക്രമം സംഭവിക്കില്ല. വജഅൽതുഹു ബൈനകും മുഹറമ. നിങ്ങൾക്കിടയിലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദുൽമു ചെയ്യാന്ന് പറയുന്നതും ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഫലാ തദാലമു. നിങ്ങൾ എന്ത് ചെയ്തു? പരസ്പരം അക്രമം കാണിക്കരുത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അള്ളാഹു തആല ഒരാളോടും ദുൽമു ചെയ്യില്ല നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഈ വ്യക്തി ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവസാന കാലഘട്ടത്തിൽ ഇവിടെ പറഞ്ഞത് എത്രയാണ്? സ്വർഗവും നരകവും തമ്മിൽ എത്രമാത്രം വ്യത്യാസമാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു മുഴം മാത്രം വ്യത്യാസം. അത് എന്തായിരുന്നു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മറ്റുള്ള ഹദീസിൽ വ്യക്തമാക്കി തന്നിട്ടുള്ളത്. സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഹദീസിൽ ബുഖാരി മുസ്ലിമിലും കാണാം. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ചുരുക്കി പറഞ്ഞാൽ ആ പ്രശ്നം ഹൃദയത്തിലുള്ള പ്രശ്നമായിരുന്നു. ആളുകൾക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. ആളുകൾ നോക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ആളുകളുടെ പ്രവൃത്തി, പക്ഷേ ഹൃദയത്തിൽ എന്താണ്? അള്ളാഹിന് വേണ്ടിയിട്ടല്ലായിരുന്നു. ആ അറിയിക്കുന്ന ഹദീസാണ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസ്. അദ്ദേഹം ഹദീസിൽ പറയാണ്, മുസ്ലിമീങ്ങളും മുശ്രിക്കുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരുപാട് മുന്നിട്ട അവസ്ഥയിലായിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ സ്വഹാബത്തുകൾ പറയാൻ തുടങ്ങിയത്, ഇന്നത്തെ ദിവസം ഇന്ന വ്യക്തി കാരണത്താലാണ് മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പരാമർശിക്കുകയാണ്, റജുൽ ഷുജാ. ഹദീസിൽ പറയാണ് വളരെ ധീരനായിട്ടുള്ള ഒരു വ്യക്തി, അതായത് സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. എത്രത്തോളം പറഞ്ഞാൽ ഹദീസിൽ പറയാണ്, ലാ യജിദു ഷഹാദതൻ വലാ ഫാദതൻ ഇല്ല സബഅഹു ബിസൈഫിഹി യഖ്തുലുഹാ. ഒരാളെയും മുശ്രിക്കുകളിൽ കണ്ടെത്തുകയില്ല. ആരൊക്കെ കണ്ടോ അവരൊക്കെ കൊന്നിടും. അത്രയും ധീരനായിട്ടുള്ള ഒരു പോരാളി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അമാ ഇന്നഹു മിൻ അഹ്ലിൻ നാർ. സഹാബത്തുകളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിൽ ആൾക്കാർപ്പെട്ട ആളാണ്. സഹാബത്തുകൾ ആകെ പേടിച്ചു. അങ്ങനെ ആ ഒരു കൗമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഇസ്ലാം സ്വീകരിക്കാത്ത വ്യക്തി പറഞ്ഞ്, അന സാഹിബ്, ഞാൻ ഇവനെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെ ഇത്രയും പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള ഈ വ്യക്തി എങ്ങനെ നരകത്തിൽ ആളായിട്ട് മാറും? അങ്ങനെ ഈ വ്യക്തി എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിയെ പിന്തുടരാൻ തുടങ്ങും. അങ്ങനെ യുദ്ധത്തിനിടയിൽ ഇയാൾക്ക് വളരെ ആഘാതമായിട്ടുള്ള പരിക്കേൽക്കുകയും അങ്ങനെ ആ ഒരു വേദന സഹിക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? വാള് അല്ലെങ്കിൽ കത്തി നിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും?
അതിന്റെ മുകളിൽ കിടക്കും. അതായത് സ്വന്തത്തെ എന്ത് ചെയ്യും, കൊലപ്പെടുത്തും, ആത്മഹത്യ ചെയ്തിട്ട് മരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേ സംഭവം അവിടെ നേരിട്ട് കണ്ടിട്ട് ഈ വ്യക്തി എന്ത് ചെയ്യും, വിശ്വാസിന്റെ അടുക്കൽ പോയിട്ട് പറയും, താങ്കൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ ഇസ്ലാം സ്വീകരിക്കും. ഇവിടെ ഷാഹിദ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസിലാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ പ്രവർത്തികൾ എന്തായിരിക്കണം, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അത് ജനങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞ അവസ്ഥ എന്താണ്, ഒരുപാട് വർഷങ്ങൾ ജീവിക്കാണ് നല്ല അവസ്ഥയിൽ, താടി വെച്ചും ഫ്രോബ് ധരിച്ചും തലമറച്ചും പള്ളിയിൽ ഫസ്റ്റ് സൊഫിൽ നിസ്കരിച്ചും നോമ്പെടുത്തും, അങ്ങനെയൊക്കെ നല്ല രീതിയിലുള്ള നിസ്കാരം. പക്ഷെ അത് എല്ലാ പ്രവർത്തികളും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവസ്ഥ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അമാ ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലെ ആളുകൾപ്പെട്ട ആളാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا.